ഹായ് ഹലോ വ്യൂസ്, നമസ്കാരം. നമ്മൾ ഇന്ന് ഒരാൾക്ക് ₹1 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് 100 പേരെ അറിയിക്കണം എന്നൊരു അജണ്ട ഉള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നതൊരു മില്യൺ അടിച്ചാലാണ് നമുക്കൊരു ആശ്വാസം കിട്ടുക എന്ന രീതിയിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പേരിൽ കുറേ പേർക്ക് ഉപകാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കുറേ ആൾക്കാർ അതിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ പേരിലൊക്കെ കുറേ തട്ടിപ്പുകൾ നടക്കുന്നു, നമ്മൾ വാർത്ത കേൾക്കുന്നു. അറ്റ് ദ സെയിം ടൈം കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സഹായം കിട്ടേണ്ടവർക്ക് ഈ സഹായം എത്തുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ 2 വശങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അദ്ദേഹം ഇത് നമ്മളെ ഇൻ്റർവ്യൂവിൽ വിളിച്ചപ്പോൾ വരാൻ താല്പര്യമില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ വേണം പറയാനായിട്ട്. മറ്റാരല്ല, കബീർ റഹ്മാനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ജീവിതത്തില് അനുഭവങ്ങൾ കുറേയൊക്കെ ഉണ്ട്. ഞാനൊരു സാധാരണക്കാരനായിട്ടൊരാളാണ്. അതിപ്പോൾ 10 കോടി രൂപയുണ്ടെങ്കിലും തീരില്ല. അതുപോലെ ആണ് ദിവസവും ₹300 ഗൂഗിൾ പേ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. ഞാൻ ഏറ്റെടുത്ത 2 കുടുംബങ്ങളുണ്ട്. അവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 കുട്ടികളുടെ +2 വരെയുള്ള പഠനം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. എൻ്റെ മക്കള് ചെയ്തിരിക്കുന്ന ഒരു 1-2 കാര്യങ്ങളുണ്ട്. എന്താണ് ആ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റും? പറയാൻ പറ്റും. ഞാൻ ആരോടും വായ്പ വാങ്ങാറില്ല. ഞാൻ അതുപോലെ ആർക്കും ₹1 കൊടുക്കാനില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരാൾക്ക് പോലും ₹1 പോലും കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇത് കണ്ടിട്ട് അതിന് താഴെ ഒരു വ്യക്തി വന്നിട്ട് പറയുവാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളെ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് കൊടുക്കാനുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അത് മാത്രമല്ല, ഞാൻ ഒരാഴ്ച സേവനം ചെയ്യാം ജനങ്ങൾക്ക് വേണ്ടി. മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡോ കഴുകി ഏകദേശം ഒരു 5-6 പേരൊക്കെ ദിവസം ചോദിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ ചെറിയ തുകകൾ ചോദിക്കും. ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഒരു വീഡിയോ ചെയ്താൽ ജനങ്ങളത് ഏറ്റെടുക്കില്ല. അർഹതപ്പെട്ടവരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിന് വന്ന ലൈക്ക് 3 ഷെയർ 1, കമന്റ് ഇല്ല. ഒരാൾ നോക്കി ചിരിക്കുന്നത് പോലും ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം സമ്പത്ത് കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല. അതിന് കഴിയാത്തത് അതിനേക്കാളും വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കാം. സാർ നമസ്കാരം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇന്റർവ്യൂ വിളിച്ച സമയത്ത് തന്നെ ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ല എന്നൊക്കെ പറയാനുള്ള റീസൺ മറ്റുള്ളവരെ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയല്ല. എൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫോട്ടോയോ വീഡിയോയോ പബ്ലിസിറ്റി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കൊടുക്കുന്നവരുടെ പേര് പോലും വെളിപ്പെടുത്തുക ഒന്നും ചെയ്യാറില്ല, മറ്റൊരാളോട് പറയാറില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ ഉദ്ദേശം, ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം പിന്നെ എന്തിനാ ഈ ഇന്റർവ്യൂ വിളിച്ചിരുത്തിയെന്ന്. നമ്മൾക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഇന്റർവ്യൂ നടത്താനുള്ള റീസൺ. ബിക്കോസ് പല ആൾക്കാരും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്ക് മനസ്സുണ്ടാവാം, ചില ആൾക്ക് മനസ്സുണ്ടാകില്ല. അങ്ങനെയുള്ള ആൾക്ക് മനസ്സുള്ള ആൾക്കാർ കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇക്കേനെ നമ്മളിവിടെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ഇക്ക എങ്ങനെയാണ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് എത്താനുള്ള കാരണം? ഞാനൊരു സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. ഓക്കെ, ആദ്യം എവിടെ നിന്നാണ് വരുന്നത്? ഇക്കനെ വരുന്നത് പെരുമ്പാവൂരാണ്, ഒരു പെരുമ്പാവൂർക്കാരനാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എല്ലാവരും ഉണ്ട്. വൈഫ്, 3 കുട്ടികൾ. അപ്പൊ ഒരു കുടുംബ പ്രാരാബ്ദം ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതെ. അപ്പൊ എങ്ങനെയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതും? ജീവകാരുണ്യ പ്രവർത്തനം പ്രത്യേകമായിട്ട് അതിനായിട്ടൊരു സമയം ചെലവാക്കുന്നില്ല. ഓക്കെ. പിന്നെ എനിക്കൊരു റിയൽ എസ്റ്റേറ്റ് സൈഡായിട്ട് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. 1 വർഷമായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന തുക ഞാൻ നേരത്തെ ആദ്യ കാലങ്ങളിലൊക്കെ എന്നെ എടുത്തിരുന്നു. പിന്നീട് പറഞ്ഞു അത് അങ്ങനെ എടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു 10-13 വർഷമായി. ആര് പറഞ്ഞു അങ്ങനെ എടുക്കാൻ? അത് നമ്മുടെ ഒരു ഗുരുനാഥനാ പറഞ്ഞത്. ഓക്കെ. കാര്യം അതിന് വേറൊരു കാര്യം ഉണ്ട്. നമ്മളത് കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ പാടില്ല. ഇഷ്ടപ്പെട്ടൊന്ന് വാങ്ങാം, എങ്കിൽ പോലും ഞാനത് വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഏതൊരു പോയിന്റിലാണ് ഇങ്ങനെ ഒരു ജീവകാരുണ്യം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാം എന്നോട്ടാണ് തുടങ്ങിയത്? അങ്ങനെ ചിന്ത വരാനുള്ള കാരണം? ചിന്ത വരാൻ വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി പ്രയാസപ്പെട്ട് വളർന്ന, ഒത്തിരി സാമ്പത്തികമായിട്ടുമൊക്കെ. പിന്നെ ഞാനൊന്ന് ഗൾഫിൽ പോയി 10 മാസം. ആ ഗൾഫ് ജീവിതമാണ് ശരിക്കും എന്നെ കൂടുതൽ അതിലേക്ക് എത്തിച്ചത്. ഒരു ഗൾഫുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും പട്ടിണി കിടന്ന് കിട്ടുന്ന ഒരു റിയാലാണ് ഞാൻ 1 റിയാൽ മാറ്റി വെച്ച് ചെലവ് ചുരുക്കി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക.
ആ അയച്ചു കൊടുക്കുന്ന തുക നാട്ടിലെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, അവന് ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്, പരിപ്പ് കറിയും കുബൂസും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും ഈ ഇങ്ങനെ തിരിയാനൊരു കാരണം. നാട്ടിൽ വന്നപ്പോൾ വീണ്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയിലോട്ട് തന്നെ വന്നു. അപ്പൊ എന്ത് ജോലിക്കാണ് ദുബായിൽ പ്രവാസിയാവാൻ തീരുമാനിച്ചത്? എന്ത് ജോലിയായിരുന്നു അവിടെ? അത് ഞാൻ അപ്പോളിസ്റ്റഡ് വർക്കായിരുന്നു. 20-22 വർഷത്തോളം അപ്പോളിസ്റ്റഡ് വർക്കായിരുന്നു. ഓക്കെ. ആ ഒരു വർക്കുമായിട്ടാണ് സൗദിയിൽ പോയത്. സൗദിയിൽ 10 മാസം തികച്ചു. അതെ അതെ. അപ്പൊ എനിക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അവരെ പിരിഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു മാനസികമായ ഒരു വിഷമം വന്നപ്പോൾ നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ 10 മാസം നിന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നു ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ നീങ്ങി. അപ്പോളിസ്റ്ററി നിർത്തിയിരുന്നു. അതിനുശേഷം ഞാൻ വേറെ തടി വുഡുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിലോട്ട് മാറി. പിന്നെ അതിന്റെ കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്റർ ആയിട്ട്. അപ്പൊ അവിടെ നിന്നാണ് തുടക്കം. അതായത് അപ്പോളിസ്റ്ററി ആയിരുന്നു, പിന്നെ ബിസിനസ് തുടങ്ങി, തടി കഷ്ണം. അത് സക്സസ് ആയോ ഇല്ലയോ? അത് കുഴപ്പമില്ല, നമുക്ക് അൽഹംദുലില്ലാഹ് ജീവിച്ചു പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മള് റിയൽ എസ്റ്റേറ്റിലോട്ട് കിടന്നു. റിയൽ എസ്റ്റേറ്റ് സൈഡായിട്ട് എപ്പോഴും. അപ്പൊ ഇപ്പൊ കറന്റ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? കറന്റ് തടിയുടെ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ താങ്കൾ വന്നപ്പോ തന്നെ പറഞ്ഞു, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ല, നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നതും പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ അത് സാധിക്കുന്നു? ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിലൊന്നും ഒരു വ്യക്തിയിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം പൈസ കിട്ടുന്ന ഒരു മേഖലയാണല്ലോ. അതെ. അപ്പൊ അത് കിട്ടുന്നത് നല്ല രീതിയിൽ ഒരു സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ. ഇപ്പൊ കുറച്ചാളായിട്ട് ബിസിനസ് ഒക്കെ സ്റ്റില്ലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരുപാട് പേരെ സഹായിച്ച ഒരു വ്യക്തിയാണ്. അതായത് എത്രയോ പേർക്ക് വീൽ ചെയർ കൊടുത്തു, എത്രയോ പേർക്ക് കട്ടിൽ കൊടുത്തു, വാട്ടർ ബെഡ് കൊടുത്തു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത മരുന്ന് ഇപ്പോഴും മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ കുട്ടികൾക്ക് പുതിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഒത്തിരി കൊടുക്കുന്നു. ഇപ്പൊ ഈ വർഷം തന്നെ 56 പേർക്ക് 10ാം ക്ലാസ് വരെയുള്ള 56 കുട്ടികൾക്ക് കൊടുത്തു. അത് പഠിക്കുന്നതിനുള്ള എല്ലാ പഠനോപകരണം, ബാഗ്, കൂട, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടില്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പേന, പെൻസിൽ, അങ്ങനെ റബ്ബർ, കട്ടർ, നെയിം സ്ലിപ്പ്, ബുക്ക് പൊതിയുന്ന ബോണ്ട് പേപ്പർ അടക്കം ആണ് കൊടുക്കുന്നത്, കിറ്റ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ +1 കുറച്ച് കുട്ടികൾ ചോദിച്ചു. അപ്പൊ അവർക്കും 50 പേർ കൂടി കൊടുക്കാൻ അങ്ങനെ സെറ്റായി. അല്ല, ഇപ്പൊ ഓരോ ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നത് ഓരോ ട്രസ്റ്റിന്റെ പേരിലും പല കമ്മിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഒക്കെയാണ് സഹായിക്കേണ്ടത്. താങ്കളിവിടെ എന്താ പറയാ, ഒറ്റയാൾ പോരാട്ടമാണ്. ശരിക്കും അങ്ങനെയാണ് പറയേണ്ടത്. ഒരു ഒറ്റയാൾ പോരാട്ടത്തിലാണ് ഇത്ര അധികം ആൾക്കാരെ സഹായിക്കുന്നത്. അത് താങ്കളുടെ ഒരു വലിയൊരു മനസ്സ് തന്നെയാണ്. എപ്പോഴെങ്കിലും ലൈഫിൽ സ്റ്റക്ക് ആയി പോയൊരു മൊമെന്റ് ഉണ്ടോ? അങ്ങനൊരു സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ആ സമയത്ത് തന്നെ എനിക്കത് ലഭിക്കാറുണ്ട്. എൻ്റെ വീട് ഒരു ലോൺ ഉണ്ടായിരുന്നു. ലോണ് ഒരു ജപ്തിയുടെ സ്റ്റേജ് വന്നു. അങ്ങനെ വന്നെങ്കിൽ എനിക്കൊരു സുഹൃത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ച് വ്യക്തമായിട്ട് പറയാം, 14.5 ലക്ഷം രൂപ എനിക്ക് എടുത്തു തന്നു. കൈനിർത്ത് ഒരു രേഖ പോലും വാങ്ങാതെ. അപ്പോൾ ഞാനൊരു KSFയിൽ ചിട്ടി കൂടിയിരുന്നു. അങ്ങനെ ചിട്ടിയും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ആ പൈസ 2 മാസത്തിനുള്ളിൽ കൊടുത്ത്. പിന്നെ അതുപോലെ ഏതൊരു പ്രവർത്തനം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ, എനിക്കത് പഠിച്ചവനെ അത് നടത്തി തന്നിട്ടുണ്ട്. അത് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാനും സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സന്തോഷകരമായൊരു നിമിഷം ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു തിരുമേനി ഭയങ്കര പ്രയാസത്തിലായി. വീടെല്ലാം വിറ്റ് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഗോകുലം ചിട്ടി ഫണ്ടിൽ നിന്ന് 3,60,000 രൂപ ഒപ്പിച്ച് കൊടുത്തിരിക്കുക. തിരുമേനി വാങ്ങിയില്ല. കാരണം തിരുമേനിക്ക് എൻ്റെ ഇത് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നീ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളല്ലേ എന്ന് പറഞ്ഞ് അത് വാങ്ങിയില്ല. ഞാനങ്ങനെ 26 വർഷം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലിയിൽ പോയിട്ട് ഞാൻ ഈ പൈസ ഞാനിങ്ങനെ കൊണ്ട് കൊടുക്കുക. 100ന്റെ കെട്ടായിരുന്നു, 30 കെട്ടുണ്ടായി. ഞാനതിങ്ങനെ അവർക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സംസാരിച്ച്, ഇങ്ങനെ എന്താണ് വീട് ഇങ്ങനെ ഒത്തിരി വർഷമായി, 26 വർഷമായി ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ഈ കിറ്റ് അങ്ങോട്ട് എടുത്തിട്ട് കുടഞ്ഞങ്ങിട്ടു. അവരന്താളിച്ച്, അവർ ഭയന്ന് പോയി പെട്ടെന്ന്. അവരെത്രയും രൂപയൊന്നും കണ്ടിട്ടില്ല. ഞാൻ അപ്പോൾ അവർ പറഞ്ഞ് ഈ പൈസ വിട്ടിട്ട് മോഷ്ടിക്കപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളത് ആരും അറിയണില്ലല്ലോ. ഞാനതിന് അത്രയും തുക കൊടുത്തിട്ട് അക്കൗണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന്. അവർക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. അങ്ങനെ അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതും എനിക്കൊരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. പിന്നെ അങ്ങനെ ജീവിതത്തിൽ അനുഭവങ്ങൾ കുറേയൊക്കെ ഉണ്ട്. ഇപ്പൊ എൻ്റെ ചോദ്യം, എങ്ങനെയാണ് ഈ അർഹതപ്പെട്ടവരെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇപ്പൊ നമ്മൾ പല ആൾക്കാരെ സഹായിക്കുമ്പോൾ
ഇപ്പൊ നമ്മളിപ്പോ വഴിയിൽ കൂടെ നടക്കുന്ന ആള് ചേട്ടാ ഒരു ദോശ മേടിച്ചു തരുമോ അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു തരുമോ എന്ന് വന്ന് ചോദിക്കുന്ന ആൾക്ക് നമ്മളൊരു 10 20 100 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ പോകുന്ന ബിവറേജിലേക്കും പല മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പൈസ. അപ്പൊ എങ്ങനെയാണ് താങ്കൾക്ക് കറക്റ്റ് ആയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യക്കാരനാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് പലരും എന്നെ അങ്ങനെ അറിഞ്ഞു കേട്ട്, അതായത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല എങ്കിൽ പോലും എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, അത്യാവശ്യം പേർക്കൊക്കെ അറിയാം. അപ്പോൾ അവരിങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നെ കണ്ട സമയത്ത് സാധിക്കില്ല ഞാൻ പറയും, ഇപ്പം സാധിക്കില്ല, ഏകദേശം കുറച്ച് ഗ്യാപ്പ് തരുവാണെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറയും. അങ്ങനെ ആണ് ഇപ്പോഴേക്കും ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. ഞാനൊരു സാധാരണക്കാരനായിട്ട് ഒരാളാണ്. അപ്പൊ ഇത് സാധിക്കാനായിട്ട് താങ്കൾ ഇനി എന്ത് പോംവഴിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വാട്സാപ്പിലും മെസ്സഞ്ചറിലൊക്കെ ഒത്തിരി സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു തരാമോ, സഹായിക്കാമോ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമൊക്കെ പറയാമോ. ഞാൻ എന്നൊരു വ്യക്തി ആരിൽ നിന്ന് ഞാൻ ആരോടും വായ്പ വാങ്ങാറില്ല. കാരണം അതൊരു ബാധ്യതയാണ്. ഞാൻ അതുപോലെ ആർക്കും ഒരു രൂപ കൊടുക്കാനുമില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ തന്നെ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കും. അതിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുവാണ് ഒരു സഹായം ആവശ്യം വന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അവരിലേക്ക് പറഞ്ഞു വിടാം. അപ്പം അങ്ങനെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ സാഹചര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരാൾക്ക് പോലും 1 രൂപ പോലും കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നാളെ കബീറിക്കേൻ്റെ അടുത്ത് നീ എനിക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് 46 വയസ്സായി. ഈ വയസ്സിനിടയ്ക്ക് ഞാൻ ആർക്ക് പോലും ഒരു ഷോപ്പിൽ പോലും ഞാൻ ബാലൻസ് നിർത്താറില്ല. പരമാവധി ക്രെഡിറ്റ് വാങ്ങാറില്ല. ആരിൽ നിന്നും വായ്പ അങ്ങനെ വാങ്ങാറില്ല. ഇനി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന അത്രേ ഉള്ളൂ. ഞാനത് കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. 1 രൂപ പോലും കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ KSF ചെട്ടി കുടിശ്ശിയുണ്ട്, ഈ ഫ്രിഡ്ജ് വാങ്ങേണ്ട EMI ഉണ്ട്. അതല്ല, ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ കൊടുക്കാനില്ല. ആകെ ഉണ്ട് ഒരു വ്യക്തിയിൽ ഒരാളുള്ളൂ. ഞാൻ ആളുടെ പേര് ഞാൻ പറയാം. അല്ലെങ്കിൽ ചോദിക്കും സ്വാഭാവികമായിട്ട് ഒരാളെന്ന് പറഞ്ഞു, അതാരാണെന്നുള്ളത് അത് പലർക്കും ആവാലോ. ആ ഒരാൾ എൻ്റെ സുഹൃത്ത് ഒരു അസ്ലം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഞാൻ ഒരു ബാധ്യത ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചു വരാറില്ല. എങ്കിൽ പോലും ഒരു ഒറ്റ ബാധ്യത മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ. അല്ലാതെ ഞാൻ ആർക്കും 1 രൂപ പോലും കൊടുക്കാനില്ല. നാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരാൾ ചോദിച്ച് നമ്മുടെ ഇത് കണ്ടിട്ട് അതിന് താഴെ ഒരു വ്യക്തി വന്നിട്ട് പറയുവാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളെ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് കൊടുക്കാനുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അത് മാത്രമല്ല, ഞാൻ ഒരാഴ്ച സേവനം ചെയ്യാം ജനങ്ങൾക്ക് വേണ്ടി. മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡോ കഴുകി വൃത്തിയാക്കി കൈകൾ കൊണ്ട്. അത്രയ്ക്ക് ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തെളിവ് വേണോ? തെളിവില്ലാതെ വെറുതെ ഒരാൾക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ചോദിച്ചുകൊണ്ട് ആർക്കും വരാൻ സാധിക്കില്ല. ഇതിപ്പോ ഞാൻ ചോദിക്കാല്ലേ പറയാനുള്ള റീസൺ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ചലഞ്ച് ഇട്ട് കഴിഞ്ഞാല് അതിന് തൊട്ട് താഴെ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് വന്നോട്ടെ. ഞാൻ അത്ര കോൺഫിഡന്റ് അല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. ഓക്കെ. ആർക്ക് സാധിക്കും അങ്ങനെ? കബീർ റഹ്മാൻ ചലഞ്ച് ആണ്, എനിക്ക് നിങ്ങൾക്ക് 1 രൂപ കബീർ റഹ്മാൻ തരാനുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ താഴെ വന്ന് അറിയിച്ചു കഴിഞ്ഞാൽ 10 ഇരട്ടി തന്നു തീർക്കും. 10 ഇരട്ടി പരസ്യമായിട്ട് മാപ്പ് പറയാം. പോരാത്തിന് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇനി കമന്റ് ബോക്സിൽ നമുക്ക് കണ്ടറിയാം എന്താണ് നടക്കാൻ പോകുന്നുള്ളത്. എന്നാലും ജീവിതത്തില് നമ്മൾ ഇത്രയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറ്റം പറയാനായിട്ട് പല ആൾക്കാരും ചുറ്റിനുണ്ടാവും. അതായത് ഒരാൾ എത്ര നല്ല കാര്യം ചെയ്താലും കുറ്റം പറയാതെ ഒരു മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവം അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. ഇന്ന് വരെ ഒരു ബാഡ് കമന്റ് വന്നിട്ടില്ല. ഒരു കമന്റ് പോലും ഇന്ന് വരെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് കുറെ പുരസ്കാരങ്ങൾ കിട്ടിയിരുന്നു. ആ പുരസ്കാരങ്ങളിലേക്ക് എത്തിയത് ഞാനൊരു ഷോപ്പ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ കേട്ടറിഞ്ഞാണ്. എത്ര ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഷോപ്പ് ഉദ്ഘാടനം അതൊരു വലിയൊരു സംഭവമായിരുന്നു. അത് ചെർപ്പളശ്ശേരിയിലുള്ള ഒരു സോളാർ എനർജിയുടെ ഷോപ്പിന്റെ ആദ്യ വിൽപ്പന ഞാൻ ഏറ്റുവാങ്ങണം. എന്തെങ്കിലും വാങ്ങണം. ഒരു മൊബൈലിന്റെ ആക്സറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ വാങ്ങണം, കൈനീട്ടം എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉദ്ഘാടകൻ എൻ്റെ സുഹൃത്ത് ഫാറൂഖ് ചെർപ്പളശ്ശേരിയായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഫാറൂഖ് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഉദ്ഘാടനം ചെയ്യണോട്ടോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഉദ്ഘാടകൻ ഫാറൂഖ് ചെർപ്പളശ്ശേരിനെയാണ് അവർ ക്ഷണിച്ചേക്കുന്നത്, അതെങ്ങനെ സാധ്യമാകുന്നു? അതൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ചെയ്യില്ല കേട്ടോ, അങ്ങനെ അത് വലിയൊരു പ്രശ്നമാവും, അത് വേണ്ട കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഞങ്ങൾ കാരണം റിബൺ കട്ട് ചെയ്യാൻ സ്പോട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിലോട്ട് കത്തിരി അങ്ങ് എടുത്തുകൊണ്ട് ഫാറൂഖ് ഇത്തിരിയാണ് മാറിയത്. അപ്പോൾ എനിക്കത് കട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. ദൈവം സഹായിച്ച് ആൾക്ക് നല്ല വർക്കൊക്കെ ഉണ്ട്.
ബിസിനസ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് പോകുന്നു. വർക്കത്തുണ്ട്. തീർച്ചയായിട്ടും. Okay. അല്ലായിരുന്നെങ്കിൽ അത് എനിക്ക് വലിയൊരു പ്രയാസമായേനെ. പിന്നെ ആദ്യ വിൽപ്പന ഞാൻ ഏറ്റുവാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോട്ട് യാത്രയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു, ഒരു മെഡിസിൻ ഉദ്ഘാടനത്തിന് വിളിച്ചു, ഒരു ഓൺലൈൻ ഷോപ്പിയുടെ ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു, അങ്ങനെ വിളിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇക്ക ഉദ്ഘാടനത്തിന്റെ കഥ പറഞ്ഞു. ഇപ്പൊ ഇനി വേറൊരാൾ ഉദ്ഘാടനത്തിന് വിളിക്കുകയാണെങ്കിൽ ഒരു റെമ്യൂണറേഷൻ ഉണ്ടാവുമല്ലോ, മേടിക്കില്ല എന്ന് എനിക്കറിയില്ല. ഇനി ഇൻ കേസ് ഒരു ഉദ്ഘാടനത്തിന് ഇക്കനെ വിളിക്കുകയാണ്, ഇത്ര രൂപ തരാണെങ്കിൽ ആ പൈസ എന്ത് ചെയ്യും? അതിന് നമ്മളൊന്നും ഒരു സെലിബ്രിറ്റി അല്ലല്ലോ. ഉദ്ഘാടനങ്ങളൊക്കെ സെലിബ്രിറ്റികളെയാണ് എല്ലാവരും വിളിക്കുക. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന തുക നിർധനരായിട്ടുള്ളവർക്ക് തന്നെ കൊടുക്കും. അതിൽ നിന്നൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനത് പബ്ലിക്കിന് തന്നെ കൊടുക്കും. ഇപ്പൊ എത്ര പേർക്ക് താങ്കൾ ദിനം പ്രതി മരുന്നുകൾ മേടിച്ചു കൊടുക്കുന്നുണ്ടോ? ദിനം പ്രതി മരുന്ന് വാങ്ങിക്കൊടുക്കുന്നില്ല. ഞാൻ ഏറ്റെടുത്ത 2-3 കുടുംബങ്ങളുണ്ട്. അവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 കുട്ടികളുടെ +2 വരെയുള്ള പഠനം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതൊരു കുടുംബത്തും നമ്മൾ ഇതുപോലെ ഒരു ദാനം ചെയ്യുമ്പോൾ വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ ഇവരൊക്കെ പറയും, നമ്മുടെ സ്വന്തം കാര്യം കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ചില കുടുംബങ്ങളുണ്ടാവും. എനിക്കറിയില്ല താങ്കളുടെ വീട്. അപ്പോൾ താങ്കളുടെ വീട്ടിലെ താങ്കളുടെ ഫാമിലി എങ്ങനെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു? ഫാമിലി നല്ല സപ്പോർട്ടാണ്. എൻ്റെ മക്കള് എന്നെ കവർ ചെയ്യുന്ന ഒരു മക്കളാണ് എൻ്റെ. ഓക്കെ. അവരുടെ കുറെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. എന്തൊക്കെയാണ് മക്കളുടെ പ്രവർത്തനങ്ങൾ? മക്കളെ എന്തൊക്കെ ചെയ്യുന്നു, പേരൊന്ന് പറയാം. മകളുടെ പേര് അമീഷ മെഹറിൻ, ഡിഗ്രി പഠിക്കുന്നു. രണ്ടാമത്തത് മകള് അൽമസ് മെഹജബിൻ, ഇപ്പൊ +2 കഴിഞ്ഞു. ഇളയത് മകനാണ് മുഹമ്മദ് അഷ്മിൽ മിറാഷ്, 10th അയക്കുന്നു. അവര് എന്താണ് അവരുടെ പ്രവർത്തനം? അച്ഛനെ അല്ലെങ്കിൽ ബാപ്പയെ കടത്തി വിട്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അവർ പറയും, ഏതെങ്കിലും ഒരു കാരണത്തിൽ ഞാൻ സാഹചര്യം കൊണ്ട് ഒക്കാതെ വന്ന എൻ്റെ അടുത്ത് എങ്ങനെയല്ല അത് ചെയ്ത് കൊടുക്കുക അപ്പി എന്ന് പറയും. അങ്ങനെ പിന്നെ എൻ്റെ മക്കള് ചെയ്തിരിക്കുന്ന ഒരു 1-2 കാര്യങ്ങളുണ്ട്. ഇതുവരെ അവരും ഇതുപോലെ പബ്ലിസിറ്റി ഇല്ല സംഭവം. അതൊക്കെ ഒരു വലിയൊരു സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കള്. ഓക്കെ. എന്താണ് ആ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഓക്കെ. പബ്ലിസിറ്റി തീരെ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് കബീറിക്ക പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് അങ്ങനെ കൂടുതലും ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ ഒത്തിരി പേര് സഹായങ്ങൾ ചോദിച്ച് ഒത്തിരി പേര്, അതിപ്പോൾ 10 കോടി രൂപയെങ്കിലും തീരില്ല. അതുപോലെ ആണ് ദിവസവും 300 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് പലരും. പക്ഷേ അത് ഒരാളല്ല, ഏകദേശം ഒരു 5-6 പേരൊക്കെ ദിവസം ചോദിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ ചെറിയ ചെറിയ തുകകൾ ചോദിക്കുന്നു. എല്ലാം ജെനുവിൻ അല്ല കേട്ടോ. അതങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് ജെനുവിൻ അല്ല. ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ലോക്കഡും ചിലപ്പോൾ 1 ഫ്രണ്ട് 2 ഫ്രണ്ട് അത്രയൊക്കെ അങ്ങനെയൊക്കെ ഫേക്ക് അക്കൗണ്ട്സ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഫേസ്ബുക്ക് അതുപോലെ മീഡിയയിലൊക്കെ അത്യാവശ്യം നോക്കുന്ന ഒരാളാണ്, ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഒരിക്കൽ ഒരു ഗ്രൂപ്പിൽ ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ടു. ഇങ്ങനെ അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്. ഓക്കെ. ഒരു വീട്ടിൽ വർക്കിന് ചെന്നപ്പോൾ അവിടെ ടോയ്ലറ്റ് വളരെ മോശമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ എടുക്കുന്നത്. അതിൻ്റെ വർക്ക് അദ്ദേഹം ചെയ്തു തരാം. ഇത് ഈ ടോയ്ലറ്റിന് വേണ്ട സാധനങ്ങൾ, ടോയ്ലറ്റിന് വേണ്ട മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങി, അതെ, അതിനാരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു മാനസികാരോഗ്യം എന്നൊരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. ഞാൻ ഉടൻ തന്നെ കമൻ്റ് ഇട്ടു, ടോയ്ലറ്റിൻ്റെ ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. ഓക്കെ. അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്ത് ചെയ്ത ആൾ തരില്ല. അപ്പോൾ അടിമാലിയിലാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ അടിമാലിയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ ആളെ വിട്ടിട്ട് അത് നോക്കി കറക്റ്റ് സത്യസന്ധമാണെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് പൈസ ഇട്ട് തന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാം. ഞാൻ അങ്ങനെ പൈസ തരില്ല, ഞങ്ങൾ വന്ന് നോക്കി, ഞാൻ വന്ന് നോക്കി, അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള സംഭവമാണെങ്കിൽ ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കി. അപ്പോഴേക്ക് ചോദിക്കാൻ കാരണമുണ്ട്, അപ്പോഴേക്കും ഞാനിട്ട കമൻറ്റിന് താഴെ ഒത്തിരി പേര് കമൻ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിനോട് കൂടി ആളെ പോസ്റ്റ് ഡിലീറ്റ് ആക്കി. അതിൻ്റെ ഒരു മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി ഫേക്കും ചൂഷണം ചെയ്യുന്നുണ്ട് ഒത്തിരി പേര്. സ്വാഭാവികമായിട്ടും അവനെ പൈസ തന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഉള്ളത് വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ ചൂഷണം, ഈ ജീവകാരുണ്യ പ്രവർത്തനം, ചാരിറ്റി മേഖലയിൽ ഒത്തിരി ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മൾ തിരിച്ചറിയാനുള്ള ടെക്നോളജി വളർന്നിട്ടില്ല. ട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റീസ് ആയിട്ടൊന്നും കൈകോർത്തിട്ടില്ല, ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണോ താങ്കൾ ഇപ്പോൾ ട്രസ്റ്റുകളായിട്ട് ചേർന്ന് പോകാത്തത്? ട്രസ്റ്റ് എന്നെ അറിഞ്ഞതിന് ശേഷം എന്നെ പല ട്രസ്റ്റുകാരെന്നെ വിളിച്ചിരുന്നു. ഞാൻ ഒരു സ്ഥാനങ്ങൾ തരാം, അതിൽ ഞങ്ങൾ ഒന്ന് വർക്ക് ചെയ്യാമോ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അവരെല്ലാം സ്നേഹത്തോടു കൂടി അത് എല്ലാം ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞത് നിരുത്സാഹപ്പെടുത്തി. കാരണം അത് സെറ്റാവില്ല, നമുക്ക് സെറ്റാവില്ല. കാരണം ഇത്തിരി നെഗറ്റീവ് വശങ്ങളൊക്കെ അതിനുണ്ട്. എന്നാൽ പോസിറ്റീവ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഉണ്ടോ. എന്തൊക്കെയാണ് നെഗറ്റീവ് സൈഡ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റിൽ ഇപ്പം ഞാൻ പോയി അവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിൽ എന്ത് വീഴ്ച വന്നാലും ഞാനതിന് ഉൾപ്പെട്ടു പോവുകയാണ്. ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, ജീവിച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ബാധ്യതയാണെങ്കിൽ പോലും അത് എൻ്റെ കരിയറിൽ അത് വന്നു ചേരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ താങ്കൾ ട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ സഹായം ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വരുന്നു, ഇന്ന അക്കൗണ്ട് നമ്പർ താഴെ കൊടുക്കുന്നു, അതിലേക്ക് പൈസ ഇടാനാണ്. പക്ഷെ താങ്കളുടെ പ്രൊഫൈലിൽ താങ്കൾ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് സഹായം ചോദിച്ച് വരുന്നവരെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാമോ, അങ്ങനെ നൽകാൻ പൈസ കൊടുത്ത് സഹായിക്കാൻ ഉള്ളവരോടൊന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഒരു വീഡിയോ ചെയ്താൽ ജനങ്ങളത് ഏറ്റെടുക്കില്ല. അപ്പോൾ അവർക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കും അത് മാനസികമായ വിഷമമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരൊക്കെ അതൊക്കെ ഇന്ന ആളെ പോയി കണ്ട് നോക്ക്, അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക. അതിനൊരു കാരണമുണ്ട്. ഈ വർഷം 50 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ പോസ്റ്റ് കാണുന്നവരിന്ന് ഷെയർ എങ്കിലും ചെയ്യണം, അർഹതപ്പെട്ടവരിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിന് വന്ന ലൈക്ക് 3 ഷെയർ 1, കമൻ്റ് ഇല്ല. ഞാൻ എങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ എങ്കിലും 50 കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് 56 കുട്ടികൾക്ക് കൊടുത്തു. പക്ഷെ എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ഇത്രയും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ടും ആൾക്കാരെ സഹായിച്ചിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ 3 ലൈക്കും 1 ഷെയറിലും നിന്ന് പോയി എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ആളുകളുടെ മനോഭാവമാണ്. ചിലർക്ക് ഇത് ഷെയർ ചെയ്യാനോ ഒരു ലൈക്ക് അടിക്കാനോ താല്പര്യമില്ല. അതേസമയം നെഗറ്റീവായിട്ടുള്ളൊരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച്, ഇപ്പം എന്നെ കുറിച്ചാണ് വരുന്നതെങ്കിൽ അതിപ്പോൾ 1000കണക്കിന് ഷെയർ പോകും, 1000കണക്കിന് ലൈക്ക് വരും, കമൻറ്റ് വരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തോ ആളുകൾ അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സംസാരിച്ച കാര്യം ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഈ ഇന്റർവ്യൂ കണ്ട് ഒരാൾ സഹായം തേടി വരാണെങ്കിൽ അവർ സഹായിക്കില്ല? ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2-3 വീടിന് 100 ചാക്ക് സിമെൻറ്റ് വെച്ചിട്ട് 2 വീടിനും, ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് ഇങ്ങനെയുള്ള സിമെൻറ്റ് കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. അതുപോലെ മണ്ണാർക്കാടുള്ളൊരു പാലിയേറ്റീവ് കെയർ സെൻ്ററിലോട്ട് 100 പേർക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാം. ഈ 100 പേർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരുമിച്ച് തുക കൊടുക്കാമെന്നല്ല, മാസത്തിലൊരു 10 പേർക്കുള്ള വെച്ചിട്ട് 100 പേർക്ക് കൊടുക്കാമെന്ന് നേരിട്ടിട്ടുണ്ട്. വേറെയും കുറച്ച് 1-2 കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊന്നും കൊടുക്കാനുള്ള ഫണ്ട് നിലവിൽ എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ആ തുക എൻ്റെ കയ്യിലോട്ട് വരും, അത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇക്കയുടെ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ, അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയതായിട്ട് ഞാൻ കണ്ടു. എന്നാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒറ്റ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ എന്താണ് ആൾക്കാരുടെ റെസ്പോൺസ്? ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ അതൊരു അംഗീകാരം നമുക്ക് കിട്ടിയതാണ്. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പുരസ്കാരങ്ങൾ ഈയിടെ എനിക്ക് കിട്ടിയിരുന്നു. കഴിഞ്ഞ മാസം എനിക്ക് 7 പുരസ്കാരങ്ങൾ എന്നെ ലഭിച്ചിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സും എനിക്ക് കുറേ മെസ്സേജുകൾ അയച്ചു. നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ പ്രവർത്തനം കണ്ടത്? ജീവകാരുണ്യ പ്രവർത്തനമുള്ള അവാർഡെന്നാണ് പറയുന്നത്, പക്ഷേ നിങ്ങൾ ഇതുവരെയായിട്ട് ആർക്കൊരു മിഠായി പോലും കൊടുത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറേ മെസ്സേജുകളാണ് എനിക്ക് വന്നത്. അതെനിക്ക് ശരിക്കും ഹേർട്ടായിരുന്നു. ഞാൻ അതിനെ തുടർന്ന് ഈ 56 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തപ്പോൾ അതെല്ലാം എൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ എടുത്ത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ആരെയും കാണിക്കുന്നില്ല. അപ്പം ഇതുപോലുള്ള കമൻസൊക്കെ വരുമ്പോൾ നമുക്ക് കമൻസ് അല്ല മെസ്സേജുകൾ വരുമ്പോൾ മാനസികമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് 100-ലധികം ആളുകളാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഞാൻ എൻ്റെ നമ്പറും വെച്ചിരുന്നു. ആ വിളിച്ചതിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ MD പറഞ്ഞത് താങ്കൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. അതുപോലെ കുറേ വ്യക്തികൾ വിളിച്ചിട്ട് സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണോട്ടോ എന്ന് പറഞ്ഞ്, പിന്നെ കേരളത്തിലെ ഒരു ഉന്നത ഓഫീസിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കാണണം, ചേർത്ത് നിർത്തും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അതെനിക്ക് വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്കത്.
എത്ര പുരസ്കാരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്? എന്തൊക്കെ പുരസ്കാരങ്ങൾ? ഞാൻ ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് വാർത്തയിലൊക്കെ വന്നാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. എൻ്റെ ഒരു സുഹൃത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഭാരത് സേവക സമാജിൽ അപ്ലൈ ചെയ്തിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ ദേശീയ പുരസ്കാരം എനിക്ക് നൽകി. ഓക്കെ. പിന്നെ കോഴിക്കോട് 34ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിട്ട് കോഴിക്കോട് ഓൾ കേരള സംഗീത അക്കാദമി, മാപ്പിള സംഗീത അക്കാദമി എനിക്ക് APJ അബ്ദുൽ കലാം സ്റ്റേറ്റ് അവാർഡ് നൽകിയിരുന്നു. ഓക്കെ. പിന്നെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ഈ അടുത്ത് ഗുരുകുലം സ്റ്റഡി സർക്കിളിൻ്റെ സ്നേഹദീപം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ചാരിറ്റി ട്രസ്റ്റുകൾ വിളിച്ചിട്ട് പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി, എണ്ണിയാൽ തീരാത്ത അത്രയും പുരസ്കാരങ്ങൾ കിട്ടി. ആൻഡ് ഇക്കയുടെ ഓരോ കഥയും ഓരോരുത്തർക്ക് ചെയ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു സീരീസ് പോലെ, ഒരു തുടർക്കഥ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനുള്ള സമയം നമുക്കില്ല. എന്താണ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത് ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പകുതി വേണമെങ്കിൽ നമുക്കൊരാൾക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ നടന്നു പോകുമ്പോൾ ആ റോഡിൽ ഒരു കല്ലോ മുള്ളോ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുന്നത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. കാരണം ആ മുള്ള് നമ്മുടെ ശരീരത്തിൽ കാലിൽ കൊണ്ട് അത് പോയിസണായി കാല് വരെ മുറിച്ച് കളഞ്ഞ് ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വളരെ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഏതൊരാൾക്കും ഒരാൾ നോക്കി ചിരിക്കുന്നത് പോലും ജീവകാരുണ്യ പ്രവർത്തനമാണ്. ചിരിക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം നമ്മളൊരാളെ നോക്കി ദേഷ്യത്തോടു കൂടി നോക്കിയാൽ ആ വ്യക്തിയുടെ, ആ കാണുന്ന വ്യക്തിയുടെ ആ ദിവസം മുഴുവൻ അവൻ ദേഷ്യത്തോടു കൂടിയായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുക. അതേസമയം നമ്മൾ നോക്കി ഒരാൾ ചിരിക്കുമ്പോൾ ആ ചിരി അവനക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ആ ദിവസം മുഴുവൻ അവനും ഹാപ്പി ആയിരിക്കും. എല്ലാം ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം സമ്പത്ത് കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല. അതിന് കഴിയാത്തത് അതിനേക്കാളും വലിയ കാര്യമുണ്ട്, പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ പവർ വലുതാണ്. ഇതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. ഇപ്പോൾ എത്ര വലിയ രോഗമാണെങ്കിൽ പോലും ചിലരുടെ പ്രാർത്ഥനയ്ക്കായിരിക്കും ദൈവം ഏത് സമയത്ത് എപ്പോൾ ഉത്തരം നൽകാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും നന്മയിലോട്ട് വരിക, അതാണ് എൻ്റെ ആഗ്രഹം. പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് പറയാതിരിക്കുക. അത് നല്ലതോ പൊട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ, മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ആൾ ചെയ്യുന്നത്. അപ്പം അവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ ഒരാൾ കമൻറ്റ് ഇട്ടാൽ മതി, അതിങ്ങനെ തുടർക്കഥയായിട്ട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളോ സഹായിക്കുന്നില്ല. ഒരു പുഞ്ചിരിയും ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ചിരി പടർന്നുകൊണ്ട് മുന്നേറുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, സഹായിക്കുന്ന ഇക്കയെ പോലുള്ള ആൾക്കാരെ കുറ്റം പറയാതിരിക്കുക. അപ്പോൾ ഇക്കയുടെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിലും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിലും നന്ദി. ആൻഡ് പഠിച്ചവൻ നിങ്ങളെ കാക്കട്ടെ. താങ്ക് യു സോ മച്ച്.